കണ്ടോ? ഇത് കണ്ടോ? ഇതാണ് വെള്ളത്തേനീച്ച. കണ്ടോ? ഇതിൻ്റെ ഗേറ്റ് നോക്കിക്കേ. ഇതിൻ്റെ ഗേറ്റ് കണ്ടോ? വളരെ ചെറിയ വെരി സ്മോൾ ഗേറ്റ്. അത് പ്രത്യേക രീതിയിലുള്ള ഒരു പശ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇവർ രണ്ടാമത്തെ ഗേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതാ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം. അവരുടെ ഇഷ്ടം പോലെ 2 or 3 ഗേറ്റൊക്കെ ഉണ്ടാക്കും, ചിലപ്പോൾ 1. അപ്പോൾ ഇതൊരു ചെറിയൊരു സ്വിച്ച് ബോർഡാണ്. ഇത്രയേ വലിപ്പം വരുള്ളൂ. ഇത്രയുള്ള ഗ്യാപ്പുകളെ അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹാംലെസ് ബീസ് എന്ന് ഞാൻ വിളിക്കുന്നത്. ഇത് ഉപദ്രവിക്കില്ല, ഇത് കുത്തില്ല, ഇത് വളരെ പാവങ്ങളാണ്, ഹാംലെസ് ആണ്. അപ്പോൾ ഈ വെള്ളത്തേനീച്ച ഇത്ര ഡയമീറ്ററേ അവർക്ക് പാടുള്ളൂ. ഞാനൊരു ബോക്സിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു വീട്ടിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ആ വീട്ടുകാർക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഈ സ്വിച്ച് ബോർഡോടെ പൊക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതൊരു ഫുൾ സെറ്റുണ്ട്. ഇതിൻ്റെ അകത്ത് ഫുള്ള് കുറേ ഈച്ചകളുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ കയറി ഇറങ്ങി ചെയ്യുന്ന കണ്ടോ? ഇവർ കയറുന്നു ഇറങ്ങുന്നു. എൻ്റെ ചെവിയുടെ ഇവിടെ ഭാഗത്തൊക്കെ പറക്കുന്നുണ്ട്. അതൊന്നും ചെയ്യല. കണ്ടോ? അവരെന്നോട് മാറിപ്പോകാനായിരിക്കും പറയുന്നത്. എന്തായാലും ഇതൊരു ഫുള്ള് സെറ്റുള്ള കൂടാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു. അതിൻ്റെ ഉള്ളെല്ലാം മറ്റൊരു വെള്ളത്തേനീച്ചയുടെ കൂടെല്ലാം തുറന്ന് അതിൻ്റെ സ്വഭാവം എല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു വെള്ളത്തേനീച്ചയുടെ മറ്റൊരു വെള്ളത്തേനീച്ചയുടെ ഫുൾ സെറ്റാണ്. അപ്പോൾ കാണാത്തവർക്ക് കാണാം, അതിനുണ്ട് കിട്ടുന്നേ ഉള്ളൂ. ഓക്കേ, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതാ സ്റ്റുഡൻസ് എല്ലാം നോക്കിക്കോ. ഇപ്പോൾ നമ്മുടെ തേനീച്ചയുടെ സമയമായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഓടി നടന്ന് കളക്ട് ചെയ്യാം. ഇത് പിരിക്കാനുണ്ടെങ്കിൽ പിരിക്കുകയും ചെയ്യാം. ഇതാ ഞാനിവിടെ നിങ്ങളെ നല്ലൊരു കളക്ഷൻ കാണിക്കുകയാണ്. ഇതാ നോക്കിക്കോ. ഇതൊരു ഓൾഡ് ഷെഡാണിത്. ഒരാൾ വീട് വെച്ച് അപ്പുറത്തോട്ട് മാറി. അപ്പോൾ അയാളുടെ ഈ ഷെഡിൽ എത്ര കളക്ഷൻ നോക്കിയേ നിങ്ങൾ. ഞാനിപ്പോൾ 8 എണ്ണം എടുത്തിരിക്കുകയാണ് ഇവിടുന്ന്. ഇതൊന്ന് അവിടെ ഞാൻ തുറന്നിട്ട് റാണിയ സംഘത്തെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഇത് പന്നിമൂക്കെന്ന് പറഞ്ഞൊരു ഐറ്റാണിത്. ഇതൊരു സൈലൻ്റ് ഡാമർ ബീസ്. ഇത് 2 ഇതുണ്ടോ 3 ഈ മീറ്ററിലുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെയാണ് അവർ കയറിക്കൊണ്ടിരുന്നത്. അവിടെ നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുക കണ്ടോ. അപ്പോൾ 4 5 6 7 8. അപ്പോൾ ഇനിയും ഇതിലുണ്ട്. ഇനി ഇതിൽ നിങ്ങൾ നോക്കിക്കേ. ഇതാണ് വെള്ളത്തേനീച്ച. നിങ്ങളെ ഞാൻ കാണിക്കാം. ഞാനത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പിന്നീടൊരു സൗകര്യം പോലെ എടുക്കണം. കാരണം അത് എടുക്കണമെങ്കിൽ ഒരു 3 to 4 hours നീഡഡ്. അപ്പോൾ അത് മടുക്കും. ഇനി 8 എണ്ണം കൂടാതെ ഇനി എടുക്കാൻ കിടക്കുന്നത് വലിയൊരു കളക്ഷൻ. കേട്ടോ? അപ്പോൾ ഇത് 9 ആയി. ഇനി ഇത് കണ്ടോ 10. അപ്പോൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാമായിരുന്നു. ഞാൻ ഡിവൈഡ് ചെയ്യാൻ നിന്നില്ല. ഓരോരോ നല്ല സ്ട്രോങ് കോളനി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 8 എണ്ണം ഞാൻ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് റാണിയെല്ലാം പിടിച്ച് വെച്ചിട്ട് നിങ്ങൾ സന്ധ്യാന്തരം വരെ നിൽക്കണം. കാരണം ഫുള്ള് ഈച്ചകൾ വന്ന് കയറി കഴിഞ്ഞിട്ടേ നമ്മൾ ഇവരെ കൊണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നെക്സ്റ്റ് ഇയറും ഇവിടെ തന്നെ ഇവർ കൂടാൻ സാധ്യതയുണ്ട്. 99% ഇവിടെ കൂടും. ഇവർ വേറെ ഇവരുടെ മാതൃ കോളനിയിൽ നിന്ന് ഇവർ വിരിഞ്ഞ് വന്ന് ഇവിടെ കൂടും. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഒരു 3ാമത്തെ വർഷം അത് ഇവിടെ കിട്ടുന്നു ഇങ്ങനെ. അപ്പോൾ ചില ഘട്ടങ്ങളിൽ അവർ എക്സ്ട്രാ കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെള്ളത്തേനീച്ചയുടെ കളക്ഷനുമുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ടൂൾസ് വേണം. നല്ല ആംഗിൾ ഗ്രൈൻഡർ വേണം. അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് വെക്കണം. എന്നിട്ട് ഒരു ദിവസം ഞാനിവിടെ നിന്ന് കട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഇന്ന് കളക്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഓക്കെ.